ഹലോ ചെയ്തതാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് എപ്പിസോഡ് 85 അക്ബറും നെവിനെയും ജയിലിൽ വിടുന്നുണ്ട്. ജയിലിൽ വിടുന്നതിന്റെ കാരണമൊക്കെ നമുക്കറിയാം. ആ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ വേറും അളിപൊളിയായിരുന്നു. കിച്ചണിലെ പ്രോബ്ലം, ക്യാപ്റ്റൻസി പ്രോബ്ലം, അങ്ങനെ ഭയങ്കര ആകപ്പാടെ ഒരു പ്രോബ്ലം ഉള്ള ഒരു വീക്കായിരുന്നു. ആരും ജോലി ചെയ്തില്ല. അപ്പം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് അവരെ ജയിലിൽ വിട്ടത്. ജയിലിൽ പോകുന്ന ടൈമിൽ ആര്യൻ ഓൾറെഡി എവിക്റ്റ് ആയിപ്പോയി. അപ്പോൾ അവിടെ ആര്യനും അക്ബറും തമ്മിലുള്ള നല്ലൊരു ബോണ്ടായിരുന്നു. അവരെപ്പോഴും സംസാരിക്കുകയും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ജയിലിൽ കിടന്നുകൊണ്ട് അക്ബർ പറയാണ്, നെവിനോട് പറയാണ്, എടാ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് സംസാരിക്കാതിരിക്കരുത്. ഈ ഹൗസിലെ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ളവർ എന്നോട് സംസാരിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നെ ആർക്കും ഇഷ്ടമല്ല, അക്ബർ പറയാ. അതുകൊണ്ട് ഞാൻ ക്യാപ്റ്റൻ ആയപ്പോഴും എല്ലാവരും പ്രശ്നമുണ്ടാക്കി. ശരിയാണ്, എല്ലാവരും ഒരു വല്ലാത്തൊരു പ്രശ്നങ്ങളായിരുന്നു. എന്തോ എല്ലാവരും കരുതി കൂട്ടി ചെയ്യുന്ന പോലൊക്കെ തോന്നി. എല്ലാവരും ഭയങ്കര പ്രശ്നങ്ങൾ. ആരും ഡ്യൂട്ടി ചെയ്തില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നമല്ല. കാരണം ഇത് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ ഏൽപ്പിച്ചിട്ട് ഡ്യൂട്ടി ചെയ്യണം, റെസ്പോൺസിബിലിറ്റി ചെയ്യണം. അപ്പം അതവിടെ ചെയ്തില്ല. അക്ബർ പറയാണ്, ആ കവർ വീണപ്പോൾ അത് ഷാനവാസ് ഒരു ഫിസിക്കൽ അസോൾട്ടായിട്ടാണ് എടുത്തതെന്നാണ് ഞാൻ കരുതിയത്. എന്ന് പറഞ്ഞാൽ അത് ഒരു ഫേക്ക് ഒരു ഡ്രാമ ആണെന്നാണ് അക്ബർ കരുതിയത്. ഇവിടെ എല്ലാവരും സെലക്റ്റീവാണ്. ഇതൊക്കെ നെവിനോട് പറയുന്നതാണ്. ആ സമയത്ത് സാബുവിന് അതുവഴി പോകുന്നു. അപ്പൊ സാബു പറയണ, ബാക്കിയുള്ളവർ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പുറത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് സാബുമാൻ ഇവിടെ ഒന്ന് പറയുന്നത്. കാരണം അപ്പോഴവിടെ ഷാനവാസും ആദിലയും നൂറും മരുമോളും എല്ലാം കൂടെ ഇരുന്ന് കാര്യം പറയുന്നുണ്ട്. ഷാനവാസ് പറയാണ്, എന്താണ് എൻ്റെ നെഞ്ചിലോട്ട് കൊണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഏതോ 2-3 സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവിടെ സാബുൻ പറയുന്ന, അല്ലക്ക അത് ചെറിയൊരു പാലിന്റെ കവറായിരുന്നു. അപ്പൊ അതെല്ലാം അവിടെ ഇരിക്കുന്നവരെല്ലാം സമ്മതിക്കുന്നുണ്ട്, ശരിയാണ്, വേറൊന്നുള്ളൊരു പാലിന്റെ കവർ. പക്ഷെ ഷാനവാസ് അത് സമ്മതിക്കുന്നില്ല. ഷാനവാസ് പറയുന്ന, അവിടെ ഏതോ സാധനം എടുത്ത് നെഞ്ചിൽ വീണു എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര കോൺവെർസേഷൻ. അപ്പൊ ഷാനവാസ് അത് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്, അത് പാലല്ലായിരുന്നു, അത് വേറെന്തോ സാധനങ്ങളായിരുന്നു. പക്ഷെ അത് സാവുമാനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യം കേട്ടിട്ടാണ് സാവുമാൻ ഇവിടോട്ട് പോയത്. അപ്പൊ അക്ബർ പറയാണ്, ഷാനവാസിനൊരു സോറി പറയണം, പക്ഷെ നോമിനേഷൻ കഴിഞ്ഞിട്ടേ പറയൂ, കാരണം ഞാൻ നോമിനേഷൻ പേടിച്ചിട്ടാണ് സോറി പറയുന്നതെന്ന് ഷാനവാസ് വിചാരിക്കും. ഈ ഷാനവാസിന് എല്ലാത്തിനും ഒരു വളച്ചൊടിച്ച് കാര്യങ്ങളുണ്ട്. ഒന്നും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പുള്ളിക്ക് പറയുകയൊന്നും ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാത്തിനും ഒരു എന്തൊക്കെയോ ഒരു പോളിഷ് ചെയ്യല്ല, എന്തൊക്കെയോ വിചാരിച്ചിട്ടാണ് പുള്ളി എപ്പോഴും സംസാരിക്കുന്നത്. എല്ലാവരും പുള്ളിയെ എന്തൊക്കെയോ ശത്രുക്കളായിട്ട് കാണുന്നത് പോലെയാണ് ഷാനവാസ് എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. അക്ബർ പറയാണ്, യഥാർത്ഥത്തിൽ ഞാൻ എല്ലാവരുടെയും ശത്രുവായി മാറി. അപ്പോഴും നെവിൻ അത് കേട്ടിട്ട് പറയാണ്, ഇല്ലക്ക, നിങ്ങൾ മാത്രമല്ല, ഞാനും ശത്രുവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അക്ബർ പറയണം, നീ പണ്ടേ ശത്രുവാണ്. ഒരു തമാശ. ഇനി ഞാൻ സാബുമാന്റെ ശത്രുവാകാനാണുള്ളത്. അങ്ങനെ ബാക്കി എല്ലാവരും ശത്രുക്കളാണ്. അപ്പം സാബുമാനപ്പം അവിടെ നിൽക്കുക. അപ്പം സാബുമാൻ പറയുന്നതാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല, നമ്മളെപ്പോഴും മിത്രങ്ങൾ തന്നെ ആയിരിക്കും. അപ്പം നബീൻ പറയാണ്, പേടിക്കേണ്ട, 2 ആഴ്ച കൂടെ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും ശത്രുക്കളാകാനോ മിത്രങ്ങളാകാനോ ഒക്കെ കഴിയും. നബീനപ്പം ഒരു സങ്കടം, എന്തുകൊണ്ടാണ് ഞാൻ പണപ്പെട്ടി എടുക്കണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞത്? അപ്പം അക്ബർ പറഞ്ഞു, നീ ചെയ്ത് കൂട്ടിയ കുറേ കാര്യങ്ങൾ, ലാസ്റ്റ് വീക്കിൽ ചെയ്ത കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നീ ഇതിനൊക്കെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഫൈനൽ 5 എത്തുക. മണി വീക്കിൽ, മണി ടാസ്കിൽ നിനക്ക് പൈസ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു? അക്ബർ നെവിനോട് ചോദിച്ചപ്പോൾ നെവിൻ പറയാണ്, എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അക്ബർ പറയാണ്, ഇനിയിപ്പോൾ നിനക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ, കാരണം ഓൾറെഡി മണി ടാസ്കിൽ പൈസ എടുക്കാൻ പറ്റത്തില്ല, കാരണം പണിഷ്മെൻ്റ് ആണ്. പിന്നെ നിനക്കുള്ളത് ഫൈനൽ 5 എത്തുക എന്നുള്ളതാണ്. അപ്പം നെവിൻ പറയുകയാണ്, ഓൾറെഡി എനിക്ക് മണി വീക്കിൽ പൈസ എടുക്കാൻ പറ്റത്തില്ല, പിന്നെ ഫൈനൽ 5 ഞാനില്ലെങ്കിൽ ഞാൻ വൻ പരാജയമായി തീരും. അപ്പോഴാണ് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു നിമിഷം അതാണ്. അപ്പം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു ഒരു താഴോട്ടുള്ള സംഭാഷണങ്ങൾ. കാരണം അവർ കളിക്കാമെന്നവരാണ്, ഗെയിം കളിക്കാമെന്നവരാണ്. അപ്പോഴാണ് അക്ബർ പറയുന്നത്, പരാജയമൊന്നും ആകില്ലടാ, നീ നിന്റെ മാർക്കൊക്കെ ഓൾറെഡി ഇട്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി പൈസ വേണം. നെവിനോട് അക്ബർ പറയാണ്, അത് നീ പുറത്തിറങ്ങുമ്പോൾ സെറ്റാവുമെടാ, അതൊന്നും നീ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. ഓക്കെ, ഒരു മനുഷ്യൻ്റെ നന്മ. ഈ സമയം നല്ലതായിട്ട് അക്ബറിന് മുതലെടുക്കാൻ പറ്റും. കാരണം
ഈ സമയം നെവിൻ തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ്. കാരണം ആ ആഴ്ച നടന്ന സംഭവ വികാസങ്ങളെല്ലാം ഫ്ലോപ്പായിപ്പോയി, എല്ലാം പരാജയപ്പെട്ടു. അതിൻ്റെ കൂടെ ഈ ഒരു മണി വീക്കിൽ നല്ലൊരു അവസരമായിരുന്നു കളിച്ച് പൈസ നേടാമെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ നെവിനെ സംബന്ധിച്ചുള്ള ഈ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേന് നെവിന് അത് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് വിഷമം. അപ്പം പുള്ളിക്കാരൻ ആകെ തകർന്നടിഞ്ഞിരിക്കുക മാനസികമായിട്ട്. പുള്ളി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് വേറൊരാൾ അവിടെ ജയിലിലുണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ഒന്നുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഡൗൺ ആക്കാൻ നോക്കും. മെൻ്റലി അവർ ഡൗൺ ആക്കാൻ നോക്കും. അവരുടെ ഇമോഷൻസ് എല്ലാം ഡൗൺ ആയിപ്പോവും. പക്ഷെ ഇവിടെ അക്ബർ അത് ചെയ്തില്ല. ഇവിടെ അക്ബർ പറയുന്നത്, നീ ഇതിന് പുറത്തിറങ്ങുമ്പോൾ സെറ്റാവുമെടാ, അതൊന്നും നീ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. അപ്പം നെവിൻ പറഞ്ഞു, അതാണ് എനിക്ക് ടെൻഷൻ, കാരണം ഞാൻ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും. പിന്നെ പറയുന്നു, അതൊന്നും നീ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. അക്ബർ പറയാണ്, ഒരുപക്ഷെ നിനക്ക് ഫൈനൽ 5 എത്താൻ പറ്റിയില്ല എങ്കിൽ ഓൾറെഡി ടാസ്കിൽ മണി എടുക്കാൻ പറ്റത്തില്ല. നിനക്ക് പുറത്തൊരു ലൈഫുണ്ട്. നിനക്കിതൊക്കെ സമ്പാദിച്ച് കൂട്ടാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ലൈഫിൽ ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ നമ്മൾ തകർന്നൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു ഊർജം കിട്ടില്ലേ, നമുക്കൊന്നുകൂടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം കിട്ടില്ലേ. അതാണ് ഇവിടെ അക്ബർ ചെയ്യുന്നത്. അപ്പം അക്ബറിൻ്റെതായ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാണ്. എന്നെ നോക്ക്, ഞാൻ 3-4 വട്ടം എൻ്റെ വീട് ജപ്തി കൺമുന്നിൽ ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. പിന്നെ അക്ബർ പറയുന്നത്, ഞാൻ പോയ റൂട്ട് ചിന്തിച്ച് നോക്കിയാൽ ഭ്രാന്താകും. അതിലൊക്കെ പടച്ചനൊരു വഴി നമുക്ക് കാണിച്ചു തരും. അപ്പം നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് ഒരടി വെക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി നമ്മളെ വലിച്ച് മുറുകി ക്രഷ് ചെയ്ത് ഇരിക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്നാണ് അക്ബർ നെവിനോട് പറയുന്നത്. പിന്നെയും അക്ബർ പറയുന്നത്, എൻ്റെ കാഴ്ചപ്പാട് നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു മിനിമം 50 മടങ്ങ് മുകളിലേക്കാകും. അതുകൊണ്ട് നീ കൂടുതൽ ആലോചിക്കേണ്ട. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ഹാർട്ട് ബീറ്റിൻ്റെ വരകൾ പോകുന്നത് പോലെയാണ് നമ്മുടെ ലൈഫ്. ചിയറപ്പ് മാൻ എന്ന് പറഞ്ഞിട്ട് ഈ അക്ബർ നെവിനെ കെട്ടിപ്പിടിച്ച് അവർ കിടക്കുകയാണ്, കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. അക്ബറിൻ്റെ മുഖത്ത് നല്ലൊരു ചിരിയുണ്ട്. അപ്പം അതൊക്കെ കേട്ട് നെവിൻ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം തന്നെ നെവിന് മനസ്സ് കുറേ കൂളായി കാണും. കാരണം പിന്നെയും മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധൈര്യം വന്നു കാണും. പിന്നെ അക്ബർ പറയുന്നത്, നിനക്കിവിടെ ഞാനേ കൂടെയുള്ളൂ, അത് മറക്കണ്ട നെവിനോട്. കാരണം നെവിനോട് എല്ലാവരും എതിരാ. ഒന്നാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവ വികാസങ്ങൾ കൊണ്ട് എല്ലാവരും പുള്ളിക്കാരന് എതിരാണ്. പിന്നെ അക്ബർ പറഞ്ഞു, എനിക്കൊരു പരിധി വരെ നീയും. കാരണം നെവിനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാനും പറ്റൂല. എപ്പോഴാണ് നെവിൻ്റെ നിറം മാറുമെന്ന് അറിയത്തില്ല. ഈ ഒരു കോൺവെർസേഷൻ ഒരു പക്ഷേ എല്ലാവരും കൂടെ അവർ ജയിലിലിട്ടോ അവർ അർഹിക്കുന്നത് തന്നെയാണ്. കാരണം മുന്നുള്ള ഒരാഴ്ച ക്യാപ്റ്റൻസിയൊക്കെ പരാജയമായിരുന്നു. 2 പേരും കളിക്കാൻ വന്നവരാണ്. അപ്പം ഒരു ഗെയിമർ മെൻ്റലി ഡൗണായി പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ മറ്റേ ഗെയിമർ ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെ ലക്ഷ്യം അതാണ്, ഒരാളെ തകർക്കുക, ഒരാളെ മെൻ്റലി ഡൗൺ ആക്കുക, ഇമോഷൻസ് എല്ലാം ഡൗൺ ആക്കുക. അപ്പോൾ അവരെ കളിയിൽ നിന്ന് പുറത്താക്കുക ഒക്കെയാണ് മറ്റ് ഗെയിമറിൻ്റെ ലക്ഷ്യം. അതാണ് അവർ ഈ എല്ലാ അമ്പുകളും പ്രയോഗിക്കുന്നത്. അക്ബറിന് കിട്ടുന്ന ഒരു നല്ല അവസരമായിരുന്നു നെവിനെ മെൻ്റലി ഡൗൺ ആക്കാൻ, ഇമോഷണലി ഡൗൺ ആക്കാനൊക്കെ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു. പക്ഷെ അവിടെ ഒരു ഗെയിമർ മാത്രമല്ല, അദ്ദേഹത്തിന് പുറത്തൊരു ലൈഫുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വേറെ ലൈഫുണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടാണ് എനിക്ക് അക്ബറിനെ അവിടെ കാണാൻ കഴിഞ്ഞത്. പലപ്പോഴും എനിക്ക് അക്ബറിനെ കുറിച്ചൊരു ജെനുവിനിറ്റി തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാ കാര്യങ്ങൾക്കൊന്നും കുറേ വെറുതെ ഇങ്ങനെ അലച്ചു കൊട്ടത്തൊന്നുമില്ല. പുള്ളി പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറയും. പിന്നെ കുറേ അങ്ങ് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേന് കുറേ പാട്ടോട് കൂടിയൊക്കെ കുറേ കാര്യങ്ങൾ പറയും. അപ്പം പുള്ളി നല്ലൊരു ജെനുവിനായിട്ടുള്ളൊരു ഗെയിമർ തന്നെയാണ് അക്ബർ. അപ്പം ഈ ഒരു കോൺവെർസേഷൻ, ജയിലിലുള്ളൊരു കോൺവെർസേഷൻ, അത് തികച്ചും മാതൃകാപരമായിരുന്നു. അപ്പം അത് എനിക്കും ആ സംഭാഷണങ്ങളൊക്കെ കേട്ടപ്പോഴത്തേന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു. നല്ല മനുഷ്യനാകുക എന്ന് പറയുന്നത് അത് നല്ല മനുഷ്യർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.